തൃശ്ശൂർ ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക്കിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എത്തിപ്പെടേണ്ടിടത്താണ് എത്തിപ്പെട്ടത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം അതാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഐഡിയ ആണ് എനിക്ക് ഇന്ന് സത്യമായി കിട്ടിയത്. ഞാൻ ക്യാമ്പസിൽ പോയാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ആ കിട്ടിയ സ്പാർക്ക് അവിടെ കൊടുക്കാൻ പോവുകയാണ്. പ്രദേശ സംസ്ഥാനത്തെ അവതരണ രീതി എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം ഇത്രയും നല്ല രീതിയിൽ സാർ അവതരിപ്പിക്കും. സാർ ആദ്യം പറഞ്ഞു, സാറ് മലപ്പുറം ലാംഗ്വേജിൽ അങ്ങനെ പറയുമ്പോൾ സാറ് ഇതാണ് ക്ലാസ്, സാറേ ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്, ഇതിലേക്കാണ് ഇറങ്ങി വരുന്നത്, ഇതാണ് നമ്മുടെ അധ്യാപകർ നഷ്ടപ്പെടുന്നത്. ഞാൻ പറയുന്നത് എല്ലാ ക്യാമ്പസിലും ഹംസ മോഡൽ തന്നെയുള്ള ക്ലാസ്സുകൾ വേണം. ഈ മോഡൽ രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണം. ഇതേ രീതിയിൽ കുട്ടികളോട് എനിക്ക് അറിയിച്ചണം. ഏവർക്കും ഹൃദയം പറഞ്ഞ നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് മുഹമ്മദ് ഫാറൂഖ് എന്നാണ്. ഞാൻ പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ട്രേഡ് ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഹംസ സാറിൻ്റെ തനത് കോട്ടക്കൽ ശൈലിയിലുള്ള അല്ലെങ്കിൽ മലപ്പുറം ശൈലിയിലുള്ള ആ ഒരു ക്ലാസ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ആനുകാലിക സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ടുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ട്രെൻഡ്സും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയോ എവിടെയൊക്കെ നമുക്ക് അറിയാമെന്നല്ലാതെ ഇത്രയും ഡീപ്പായിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി അതിൻ്റെ സാങ്കേതിക വശങ്ങളും അത് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ വളരെയധികം സാങ്കേതിക ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമുക്ക് പകരാൻ തുറന്ന് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് റിയാസ്. ഞാൻ എക്സാം പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സെക്ഷനിൽ എനിക്കറിയാം എന്തായാലും സാറിന് കിട്ടുന്ന കുറേ ഐഡിയാസ് അത് നമ്മളെ കോളേജിന് തന്നെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ നിലവിൽ മെക്കാനിക്കൽ പഠിച്ചതാണെങ്കിലും സാറ് പറയുമ്പം അതിൽ ഒരു ടെക്നോളജിയാണ് സാർ അതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സാർ അത് പറഞ്ഞു തരുന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വരാനുണ്ടായ കാരണം. മുമ്പത്തെ സെമിനാറിൽ സാർ അവതരിപ്പിച്ച കാര്യങ്ങൾ എത്രയോ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ ഇന്നത്തെ സെമിനാറിൽ സാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിന്ന് കിട്ടിയ ഒരു പ്രധാന അറിവ്. താങ്ക് യു. എൻ്റെ പേര് അഫ്സൽ മുഹമ്മദ്. സാറിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സാധാരണ കുറേ റീസെൻ്റായിട്ട് കുറേ ബ്ലോഗർമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കിയെടുത്ത ഡെറ്റോയുടെ സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഏറ്റവും ഹൃദയത്തിൽ തുറന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നമ്മളിൽ ഒരാളെ പോലെ നിന്നുകൊണ്ട് നമ്മളോട് ഇത്രയും നന്നായിട്ട് സംബന്ധിച്ച ഡോക്ടർ ഹംസ സാഹിബിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മലപ്പുറം ജില്ലയിലെ എ.അന ഗവൺമെൻറ് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്നു. സന്തോഷ് ഡെമോൺസ്ട്രേറ്ററായിട്ട്. എല്ലാ പാക്കേജിനും സ്യൂട്ടായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇന്നിവിടെ കിട്ടിയത്. കംപ്ലീറ്റ് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്. അത് ഇവിടെ ബ്രിഡ്കോൻ്റെ സാരഥി ഹംസ സാറിനും ഇവിടുത്തെ സ്റ്റാഫിനും ഡെറ്റോയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ജവാർ സാറിനും ശരിക്ക് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ ഫോർ ബോയ്സ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വരാതിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാകുമായിരുന്നു. കാരണം കറക്റ്റ് പ്ലേസാണ്. ആ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇതുപോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഹെൽപ്പ് വേണം. എന്തായാലും ഞാൻ ഈ അവസരം ഉപയോഗിക്കും. എനിക്ക് അവിടെ ചെന്ന അച്ഛമ്മനോട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയണം. വളരെ നന്ദി ഡെറ്റോ ഭാരവാഹികൾക്കും ഹംസ സാറിനും ബ്രിഡ്കോ എല്ലാ സ്റ്റാഫിനും. പാലക്കാട് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പലർക്കും അപ്രാപ്യമായ ഒരു കാര്യം പോലാണ് എല്ലാവരും കാണുന്നത്. അത് ഇത്രയും ജനകീയമാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴത്തേക്കാണ്. കാരണം അവരുടെ ഒരു സർവീസ് സെൻ്ററിലും ആരും അവർ കയറ്റത്തില്ല. ഇല്ല, ശരിയല്ലേ? സർവീസ് സെൻ്ററിൻ്റെ അടുക്ക പോലും കൽപ്പിക്കുന്നത് നമ്മളെ കാണിക്കത്തില്ല. ഇത് നമ്മളെ സർവീസ് സെൻ്ററിന് അകത്തൂടെ കയറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു. അതുപോലെ വരുന്ന ടെക്നോളജിയായ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഈ ബാറ്ററി ഇത്രയേ ഉള്ളൂ കാര്യം എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. മറ്റേത് 35,000 രൂപ 25,000 രൂപ ഒരു വണ്ടിയുടെ പുതിയൊരു പെട്രോൾ വണ്ടി മേടിക്കുന്ന വിലയാണ് ഒരു ബാറ്ററിക്ക് അവർ പറയുന്നത്. ഇത്ര വലിയ കാര്യമൊന്നും ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് അന്നേരം മനസ്സിലാക്കില്ലായിരുന്നു. ഇല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും ഈ ഇന്നോവേഷൻ ടെക്നോളജികളെ പറ്റി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തതും ഇവിടെ വന്നതുകൊണ്ടുമാണ്. സാറിൻ്റെ ഈ നമ്മളോടുള്ള അകമഴിഞ്ഞ സഹകരണം കൂടെ കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സാറിനോട് താങ്ക്സ്. ഈ സംഘടിപ്പിച്ച നമ്മുടെ സാറിനെയും
അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ വടകര THS വർക്ക് ചെയ്യാണ്. പേര് കുഞ്ഞബ്ദുള്ള. ഈ സംരംഭത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ജബ്ബാർ സാറ് ഇന്ന് മുൻകൈ എടുത്തില്ലെങ്കിൽ ഇതൊരു ലോകത്തിൽ തന്നെ ഒരു നഷ്ടമായിരിക്കുന്നു. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ആളുകൾ ഇനി ഇത് എങ്ങോട്ടൊക്കെ ഇത് കൊണ്ടുപോകുമെന്ന് മനസ്സിലാകുന്നു. അത്രയും ഉപകാരപ്പെട്ട ഒരു ക്ലാസ്സാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മകൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനെന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പാപ്പ ഇപ്പോൾ അംസസാറിൻ്റെ എന്തോ കണ്ടിട്ടുണ്ട്, അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയും. ഏതായാലും അംസസാറിന് ഈ സ്ഥാപനവും പിന്നെ ഈ ക്ലാസ് ഒരുക്കിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഡെറ്റോൻ്റെ ഭാരവാഹികളിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് രവി. ഞാൻ SSM പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു ബ്രിഡ്co&Bridco എന്ന സ്ഥാപനത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് ഒരു വേനലവധിക്കാണെന്ന് തോന്നുന്നു ഈ Britco&Bridcoയുടെ ഒരു നോട്ടീസ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കും ഇനി വളരെ എളുപ്പത്തിൽ സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ ആവാമെന്നുള്ളതാണ്. അന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1ഉം +2ഉം പോകാതെ നേരിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി റിപ്പയറിങ്ങും കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത്. പെട്ടെന്നൊരു ജോലി നേടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ജോലിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് കയറണം. അങ്ങനെ ഞാൻ ITIയിൽ ഡീസൽ മെക്കാനിക് ട്രേഡ് എടുത്ത് ഇത്തരത്തിൽ മെക്കാനിക് ഡീസൽ എഞ്ചിൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ഉപേക്ഷിച്ച ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് എടുത്താലോ എന്ന്. അപ്പോൾ ഇങ്ങനെ പെട്രോൾ എഞ്ചിൻ പണ്ട് നമ്മളെ ഡീസൽ കണ്ടുപിടിച്ച ആ ഒരു എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷനും MPFയും എല്ലാം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതിന് പറ്റിയൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഓട്ടോമൊബൈൽ മെക്കട്രോണിക്സ്. അല്ല സാറേ, അതന്നെയല്ല. അപ്പോൾ ഈ ഒരു ഓട്ടോമൊബൈൽ മെക്കട്രോണിക്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീസൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പിൻവലിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു Britco&Bridco ഒന്ന് കയറാൻ പറ്റി, ഇതിനകത്തെ സെറ്റപ്പ് കാണാൻ പറ്റി. അതെനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ വിചാരം ഒരു 50,000 രൂപേൻ്റെ ഫീസ് കൊടുത്ത് കോഴ്സ് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥാപനം എന്നായിരുന്നു. പക്ഷെ അതല്ല, മറിച്ച് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ അംസ സാറിനെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ സത്യം പറയാലോ, നമുക്ക് എന്താ പറയുക, ഒരു ആരാധന അതൊരു ഇൻട്രസ്റ്റിംഗ് അതോടുകൂടി നമുക്ക് വന്നു. നമ്മുടെ കാഴ്ചപ്പാട് മാറി. ആദ്യം നമ്മൾ ഇതിനെ നോക്കി കണ്ടിരുന്നത് ഇത് എന്തോ ഒരു വലിയ ആന കയറാൻ വരെയാണ്, അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് മാത്രം വരാവുന്ന പരിപാടിയാണ് എന്നാണ്. ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ച സാർമാർക്കൊക്കെ നന്ദി. പോളി കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യം ചോദിക്കുക ജബ്ബാർ സാറോട്, സാർ എവിടെയെങ്കിലും വല്ല ജോലിയും കിട്ടുമോ? അപ്പോൾ പറയുന്ന ഒരു പേരാണ്, കോട്ടക്കൽ പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത്. അവിടെ കഴിഞ്ഞ് ആദ്യം വരുന്ന പേരാണ് എന്ത്, Britco&Bridco. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജബ്ബാർ സാർ പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാ. വീട്ടിൽ വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അവിടെ നിന്ന് കണ്ടാൽ ചീത്തേക്കും. അപ്പോൾ പിന്നെ പോന്നു, ഇവിടെ വന്ന് ഉറങ്ങേണ്ടി വരുന്ന വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അല്ലേ. സാധാരണ ഒരു മിനിറ്റ് പോലും നമുക്ക് ഉറങ്ങാൻ പറ്റിയോ? ഇല്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അംസ സാറിനെ അതിന് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നമ്മളൊക്കെ ലോ ലെവലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും പച്ച മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ തലേ കയറും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കണ പോലെയാണ്. അപ്പോൾ വളരെ ലോ ലെവലിൽ നിന്നുകൊണ്ട് നമ്മളുടെ അതേ സ്റ്റാൻഡേർഡിൽ ക്ലാസ് എടുത്ത് തന്നെ ഹംസ സാറ് നമ്മളുടെ ഇന്നത്തെ ദിവസം ഇൻഫോർമാറ്റീവ് ആക്കി മാറ്റി. പക്ഷെ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒന്നും ആയില്ല, എവിടെ എത്തിയില്ല. എന്നാലും ഇത് ഒരു കേൾക്കാത്തൊരു പേര് കേൾക്കുമ്പോൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കാം ഈ സാധനം ഇനി എന്താന്നുള്ളത്.